ഗാല ടെസ്റ്റിൽ ശ്രീലങ്കയ്ക്കെതിരെ ഇന്ത്യ പിടിമുറുക്കിയതോടെ മത്സരം ആവേശകരമായ നിലയിൽ എത്തിയിരിക്കുകയാണ്. ഒന്നാം ഇന്നിംഗ്സിൽ ഇന്ത്യ 462 റൺസ് നേടിയപ്പോൾ ലങ്കയുടെ ഒന്നാം ഇന്നിംഗ്സ് 284 റൺസിൽ അവസാനിച്ചു. ഇതോടെ ഒന്നാം ഇന്നിംഗ്സിൽ ഇന്ത്യ ശ്രീലങ്കയ്ക്കെതിരെ 178 റൺസിന്റെ ഒന്നാം ഇന്നിംഗ്സ് ലീഡ് നേടിയിരിക്കുകയാണ്. 4 വിക്കറ്റ് നേടിയ മാനവ് സുന്ദറും 3 വിക്കറ്റ് നേടിയ രവീന്ദ്ര ജഡേജയുമാണ് ലങ്കൻ ബാറ്റിംഗ് നിരയെ ചുട്ടിക്കെട്ടിയത്. തുടക്കത്തിൽ വലിയ ബാറ്റിംഗ് തകർച്ച നേരിട്ട ലങ്കയുടെ മധ്യനിരയിലെ 2 ബാറ്റർമാരുടെ മികച്ച പ്രകടനമാണ് ലങ്കയെ 284 റൺസിൽ എത്തിച്ചത്. ശ്രീലങ്കയ്ക്കെതിരെ നടക്കുന്ന ആദ്യ ടെസ്റ്റിന്റെ 3-ാം ദിനം ചരിത്ര നേട്ടം സ്വന്തമാക്കിയിരിക്കുകയാണ് ഇന്ത്യൻ സ്പിൻ ഓൾറൗണ്ടറായ രവീന്ദ്ര ജഡേജ. മത്സരത്തിൽ 3 വിക്കറ്റ് നേടിയ ജഡേജ ടെസ്റ്റ് ക്രിക്കറ്റിൽ 350 വിക്കറ്റ് തികയ്ക്കുന്ന 5ാമത്തെ ഇന്ത്യൻ താരമായി മാറിയിരിക്കുകയാണ്. ഇതിനു മുമ്പ് ഇന്ത്യയുടെ മുൻ താരങ്ങളായ കപിൽ ദേവ്, അനിൽ കുംബ്ലെ, ഹർഭജൻ സിംഗ്, രവിചന്ദ്ര അശ്വിൻ എന്നിവരാണ് 350 വിക്കറ്റുകൾ ടെസ്റ്റ് ക്രിക്കറ്റിൽ നേടിയിട്ടുള്ളത്. കൂടാതെ കപിൽ ദേവിനോടൊപ്പം ടെസ്റ്റ് ക്രിക്കറ്റിൽ 4000 റൺസും 350 വിക്കറ്റും നേടുന്ന അപൂർവ റെക്കോർഡുകളുടെ എലൈറ്റ് ഗ്രൂപ്പിലും 2ാമത്തെ ഇന്ത്യൻ താരമായി ഇടം പിടിച്ചിരിക്കുകയാണ് രവീന്ദ്ര ജഡേജ. ഏഷ്യൻ ഗെയിംസിനുള്ള അഫ്ഗാനിസ്ഥാൻ ടീമിനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ്. റാഷിദ് ഖാൻ അടക്കമുള്ള പ്രമുഖ താരങ്ങളെയെല്ലാം സ്ക്വാഡിൽ നിന്നും ഒഴിവാക്കിയിരിക്കുകയാണ്. ഈ പ്രമുഖ താരങ്ങൾക്കെല്ലാം വിശ്രമം നൽകിക്കൊണ്ട് 2ാം നിര ടീമിനെയാണ് ഏഷ്യൻ ഗെയിംസിന് അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് അയച്ചിരിക്കുന്നത്. അതേസമയം ഇന്ത്യ, പാകിസ്ഥാൻ തുടങ്ങി പ്രമുഖ ടീമുകളെല്ലാം പ്രമുഖ താരങ്ങളെ അണിനിരത്തിക്കൊണ്ട് മികച്ച ഒരു സ്ക്വാഡിനെ തന്നെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ദർവിഷ് റസൂലിയാണ് അഫ്ഗാനിസ്ഥാൻ ടീമിനെ ഏഷ്യൻ ഗെയിംസിൽ നയിക്കുന്നത്.